നീ എങ്ങനെ എടുക്കാൻ പറഞ്ഞു ബോട്ട് ഒന്നും എടുത്തില്ല മല പോലെ എന്തൊരു മലയല്ല എന്തിനാ അവിടെ മണ്ണ് പോലെ എന്തിനാ തേങ്ങ മണലി ഇപ്പുറത്താണ്ട കടല് ഇത് കടലല്ല എന്തിനാണ് പുഴ എവിടെ എല്ലാരും നിക്കണോ അവിടെ നടന്ന് കയറാനുള്ള വകുപ്പ് ഉണ്ടാക്കണേണെന്ന് തോന്നുന്നു പുതിയതായിട്ട് ഉണ്ടാക്കണേണോ അത് ഇനി പോയതിന് നേരാക്കണേണോ അങ്ങനെയാണെന്നുള്ള നീ ഓടി നടന്നിട്ട് കണ്ടോ അല്ല ഇപ്പഴ സൈഡ് കാണാൻ പറ്റുള്ളടാ ബോട്ട് അതൊക്കെ ആ പിള്ളേരൊക്കെ ഫോക്കസ് ഔട്ട് ആവണം ഇടയ്ക്കിടയ്ക്ക് കടല് കാണാമോ കടൽക്കരയിലൂടെ ഒരു യാത്ര നമ്മളെ മാപ്പ് കാണിച്ചോളൂ കടൽ കിടന്നൊരു മാത്തുക്കുട്ടി അതെന്തൊരു സിനിമ നമ്മുടെ സിനിമ അതൊരു സിനിമ കടൽ കിടന്നൊരു മാത്തുക്കുട്ടി അങ്ങനെ സിനിമ ഉണ്ട് സിനിമ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ പറഞ്ഞ വായിച്ചപ്പോ കിട്ടൗട്ടായി സൂര്യനെ കണ്ട സൂര്യൻ ഇപ്പുറത്തെ വീടുകൾ നല്ല രസമുണ്ട് അത് കാണാൻ ഇതല്ല അപ്പുറത്തൊരു വീട് നേരത്തെ ഒരു വീടുണ്ട് സൂര്യനെ കണ്ട ഇതിനകത്ത് കിട്ടാണ് നീ സൂര്യനെ എടുക്കട്ടെ അല്ല ബീച്ച് അതും കൂടെ കിട്ടുന്നുണ്ട് നീ ഫ്രണ്ട് ക്ലാസ്സിൽ കൂടെ എടുക്കുക അത് എങ്ങനെ എടുത്താൽ മതി നല്ല സൂപ്പർ ആയിട്ട് കിട്ടും ആ കണ്ട മന്ദബുദ്ധി പെണ്ണേ അപ്പൊ നീ വണ്ടി നിർത്തിയിട്ട് എടുക്ക പ്രാന്ത ഇവിടെ ബീച്ചാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ട് എടുക്കാൻ നീ വണ്ടിയുടെ ഹാഫ് കുറച്ച് ഭാഗം എടുത്ത് വെച്ചിരിക്കുന്നതിനാണ് മൂട്ടില് കൈ കഴിക്കും ഇങ്ങനെ പിടിച്ചാൽ ഒറ്റക്കൈയിൽ വണ്ടി ഓടിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാത്തത് മനസ്സിലായോ വലത്തി പിടിക്കണ്ട തലത്തി പിടിക്കോ മകളെ നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ നീ ഇപ്പൊ ഇവിടെ കടല് കാണാം അപ്പുറത്ത് കായല് അപ്പുറത്താ കണ്ട JCB കിടക്കണ JCB കഴിഞ്ഞാ ഈ അങ്ങോട്ട് അത്രയും കടൽക്കരയല്ലേ നല്ല ലെങ്തില് കടൽക്കരയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു എടുത്തോ നീ മാക്സിമം എടുത്തോ നമ്മളെ വീഡിയോ മറ്റേ മനുഷ്യന് കാണൂലെങ്കിൽ എടുത്തടാ അല്ലെ നമ്മളാരെന്ന് നമ്മളെ കാണിക്കാത്തത് തിരിച്ചെടുത്ത് കാണിക്കും തിരിച്ച് കാണിക്കും അല്ല കണ്ട നമ്മളെ കണ്ടോ ചുമ്മാ വർക്കല വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു കടൽക്കര നീ പോ കടൽക്കര വന്നപ്പോ കാണാൻ സമ്മതിച്ചു അപ്പുറത്ത് കണ്ടാന്ന് പറഞ്ഞ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കണ്ടാന്ന് കേട്ടാ ഞാൻ എന്തിനു പറയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ബീച്ച് കാണാം ഇവരൊക്കെ വീടൊക്കെ ഫേമസ് ആയി ഞാൻ എഴുതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടായിരിക്കണം ചുമക്കണ്ട അല്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ കിട്ടണല്ലേ കിട്ടൂ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നീ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇത് കാണുന്നതിന് തല കറങ്ങും തന്നെ ബോധമില്ലാത്ത പെണ്ണിന്റെ കയ്യിൽ മൊബൈലും കൊടുത്ത് വിട്ട എന്നെ അടിക്കണം ആദ്യം വേറൊരു പെണ്ണിനെയും കൂടി കല്യാണം കഴിക്കണം മൊബൈല് വീഡിയോ എടുക്കാൻ അറിയാന്നുള്ളൊരു പെണ്ണ് അതൊക്കെ വീഡിയോയും ചെയ്യാം വീഡിയോ എടുക്കാനും പറ്റും ബീച്ച് കാണാനില്ല ഞാൻ മര്യാദക്ക് സൈഡിൽ വെച്ചെടുത്തോണ്ടിരുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല
സൈഡിൽ വെച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വ്യൂവിന് ഒരു ഭംഗിയും കാണും. കണ്ട സൈഡിൽ വെച്ച് കടല് കാണണമെങ്കിൽ സൈഡിൽ വെച്ചെടുക്കേണ്ടത്. അവിടെ കടല് കണ്ട കടല് കാറിന്റെ പാതി കിട്ടണം. ഞാൻ ഗ്ലാസ്സിൽ കൊണ്ട് മുട്ടിക്കണത് പിന്നെ അല്ലാതെ കിട്ടണ്ടേ? ഞാൻ തിരിയിട്ട് അയ്യോ ഇങ്ങനെ പിടിച്ചാ മതിയാ? നീ എന്തൊരാ ഇതാ കടല്. ഇതാണ് രസം. കണ്ട എന്തിനാ നീ എന്തിനാ കാണിക്കണത്? സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നെങ്കി ഇപ്പൊ എന്നെ മൂക്കിയാന്ന് വിളിച്ചു. മഴ പെയ്യണാടാ. ബ്രാക്ക് പിടിക്കണ്ട. ഓട്ടോ അടിച്ചിട്ടുണ്ട് പോട്ടാ. ഇതാ ബീച്ച്, സൂര്യാസ്തമനം. കുറച്ച് ഫ്രണ്ടൊക്കെ കാണിക്കാൻ കേട്ടോ കടല്. പൂക്കൾ പൂക്കൾ പൂക്കം തരുണം. മഴ പെയ്യുന്നുണ്ടോന്നൊരു സംശയം. മഴ പെയ്യട്ടെ, വെള്ളത്തുള്ളികൾ അങ്ങനെ മഴ പെയ്യും. ബീച്ചിലെ വെള്ളം കേറും. നീ നല്ല വായി വെച്ചിട്ട് നേരം മിണ്ടായിരുന്നു. ഇത് കൊള്ളായിരുന്നു. കടൽ അയ്യോ പോയി. കടല് കഴിഞ്ഞെങ്കിൽ നീ കട്ടി. ഹായ്. ഈ സാധനത്തിനെ കൊണ്ട് ക്യാമറ എടുപ്പിക്കുന്നതിന് ഏറ്റവും വലിയ ടാസ്ക് വീഡിയോ എടുക്കണം. സെൽഫി ക്യാമറ മാത്രം എടുക്കാൻ അറിയാം. ഈശ്വരായ പച്ച വണ്ടി പച്ച വീടും കണ്ടാ നീ? അത് കണ്ടില്ല. നീ ഇതിനകത്ത് എന്നോട് സംസാരിക്കാൻ പറ്റും. നീ പച്ച വണ്ടിയും പച്ച വീട് നോക്കാൻ പറഞ്ഞ വണ്ടിയിലൊരു മൊബൈല് വണ്ടിയിലൊരു ഇവിടെ ഫ്രണ്ടിലൊരു ട്രൈപോഡ് സെറ്റ് ചെയ്ത് വേണം. ഓടി തിരിച്ച് മൊബൈൽ വെക്കണം. അപ്പോഴാണ് സെറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗ് എടുക്കാൻ വളരെ നല്ല എളുപ്പമായിരിക്കും. നമ്മൾ തെണ്ടിത്തിരിയാൻ പ്ലാനിട്ടിരിക്കുകയാണ്. ഇത് അവർക്ക് ഇതെന്തിനാണ് ഈ മാപ്പിങ്? ഈ മാപ്പ് കണ്ട എന്തിനാണ്? അല്ല ഇങ്ങനെ ഇട്ടിങ്ങനെ ഇതുവഴി ഒരു കോസ് വഴി ഇട്ടൂടെ? ഇങ്ങനെ എളുപ്പമായിരുന്നു. അവരുടെ വീടിനകത്ത് കൂടെ വഴി. അയ്യോ അയ്യോ, നമ്മള് ലുലുമാളി പോയി. അവിടെ പോയിട്ട് തെന്നി തിരിഞ്ഞിട്ട് രാവിലെ മര്യാദക്ക് എവിടെയെങ്കിലും പോകാൻ സമ്മതിക്കാതെ ലുലു മാളിൽ പോണെന്ന് പറഞ്ഞ്, ലുലു മാളിൽ പോണെന്നല്ല സുഡിയ പോണെന്ന് പറഞ്ഞു ഉടുപ്പെടുക്കാൻ. സാധാരണ നല്ല ക്യാമറ വർക്ക് നല്ല കൂടെ ആരെങ്കിലും എടുക്കാനൊക്കെ അറിയാമെന്ന് ഞാൻ ഇവിടെ ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോ മേളിൽ എന്തിനാണ് നോക്കാലോ അത് കാണിക്കാൻ. അത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പറഞ്ഞ ഞാൻ എങ്ങനെ കാണിക്കും? നീ അത് പറ അമ്മച്ചി. ഓടാത്ത വണ്ടിയിൽ എനിക്ക് ഈ സ്ഥലം വരുമ്പോ കാണാൻ പറ്റൂല. അപ്പൊ നിർത്തണം. അപ്പൊ ഞാൻ നോക്കും. നിർത്താടി, ഞാൻ നടു റോഡില് ഇടിച്ചങ്ങ് നിർത്താം. പുറകിലുള്ള വണ്ടി ഇടിച്ചങ്ങ് കയറും. നമ്മളെ കൊണ്ട് ശല്യം നാട്ടുകാർക്ക് ഒഴിഞ്ഞു കിട്ടും. ഒന്നാണ് പറയണ്ടത്. ചട്ടം ചത്തിരുന്നു മിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ. അപ്പൊ സ്റ്റുഡിയോയിൽ പോണോന്ന് പറഞ്ഞു. എന്നെ സ്റ്റുഡിയോ കൊണ്ടുപോയി. നീ ഡ്രസ് എടുത്ത് തന്നു. എന്നിട്ട് ഫുഡ് കഴിക്കണോന്ന് പറഞ്ഞു. 14-ാം തീയതി ബർത്ത്ഡേ ആണ് വാവേനെ. ഈ 14-ാം തീയതി ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് എന്നെ കൊണ്ട് ഞാൻ എടുത്തു കൊടുക്കാൻ വിചാരിച്ചു. 12-13-ാം തീയതി പോയി എടുത്തു കൊടുക്കാൻ വിചാരിച്ചു. ഒരു സ്വസ്ഥത തരാതെ ഇട്ട് വിളിച്ച് ഇന്ന് ഞാൻ എവിടെയെങ്കിലും പോകാൻ തിരിച്ചു നിന്നെയാണ് സമ്മതിക്കാതെ ശരിയാന്നൊക്കെ സാധനം കൊണ്ടുപോയി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ ലൈക്ക് സിനിമ ഇറങ്ങി അത് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ആൾക്കാരെ പോകാൻ ഇറങ്ങി അതിന് സമ്മതിച്ചു. എന്തോ ഭാഗ്യത്തിൽ. സാധാരണ അങ്ങനെയല്ല ഇവിടെ ഫുഡ് കഴിച്ചില്ലേ? നമ്മള് KFC കഴിച്ചു. സാധാരണ ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ താല്പര്യം കാണൂല. പിന്നെ പറയും എനിക്ക് ക്ഷീണം, എനിക്ക് ഇവിടെ വേദനിക്കണം, മറ്റെടുത്ത് വേദനിക്കണം, മറിച്ചെടുത്ത് വേദനിക്കണം, വീട്ടിൽ പോകാൻ ബഹളം ഉണ്ടാക്കാറാണ് പതിവ്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ വർക്കലേ പോവാന്ന് പറഞ്ഞു. വർക്കലേ പോകുന്നു. ഇനി ഒരു 29 മിനിറ്റ് കൂടെ ഉണ്ട്. അരമണിക്കൂർ കൂടെ ഉണ്ട്. അരമണിക്കൂർ ഫോൺ നടന്ന് ഡുമക്ക് അടിക്കണ്. കയ്യില് പിടിച്ചിരിക്കുന്ന ഫോണല്ലേ? അതെവിടെ തട്ടണം? ബുദ്ധിയിലൊക്കെ കുട്ടിയാണ് നീ. അപ്പൊ പിന്നെ വർക്കലേ പോവാന്ന് വിചാരിച്ചു. നേരെ കൊണ്ട് നീതിയല്ലേ പറഞ്ഞത്. അത് നീ അതിന് സംസാരിക്കാൻ പറയാന്ന് പറയുമ്പോ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ പോവാൻ വിചാരിച്ചു. കടല് ബോട്ട് തിരിച്ചു കാണിച്ചോണ്ട് പിള്ളേര് കളിക്കുന്നു. ഗ്രൗണ്ട് പിള്ളേർ കളിക്കുന്ന അവിടെ പിള്ളേരോട് നിൽക്കുന്നു. നീ കണ്ടില്ല? നീ കാണൂല. നീ എന്നെ ചീത്ത പറയല്ലേ? നീ എന്നെ ആക്കാനല്ലേ നിനക്കറിയൂ?
ഇനി 13 കിലോമീറ്റർ. 13 കിലോമീറ്റർ. 13 കിലോമീറ്റർ വർക്കല പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് 13 കിലോമീറ്റർ പോയിട്ട് വരാം. കാഴ്ചകൾ കാണിച്ചിരും. അവിടെ എങ്ങനെയെങ്കിലും മൊബൈൽ ഇപ്പൊ കട്ട് ചെയ്യണം, അതാണ് നിന്റെ ഉദ്ദേശം. അതുകൊണ്ടൊന്നും അല്ല. നീ പോ കഴിച്ച്, നിനക്ക് വയ്യേ. മടിച്ചായിട്ട് വരികയാണ്. എവിടെ വെച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോണ പാട് എനിക്കറിയാം. ഒരു വീഡിയോ ഒരു ദിവസം ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി ഞാൻ കിടന്ന് പാടുപെടുകയാണ്. കൈയും കാലും അവളെ തേങ്ങാക്കൊലയും പിടിച്ചു വേണം ഒരു വീഡിയോ ചെയ്യിപ്പിക്കാൻ. കണ്ണുവിനെ കുറിച്ച് പറയുന്നത് എന്ത് സംസാരമാണ് അവൻ്റെത്, ഇങ്ങനെയൊക്കെയുള്ള സംസാരത്തെ കൂടെ ചേച്ചി എങ്ങനെയാ ജീവിക്കുന്നത്, കളഞ്ഞിട്ട് പോവാ ചേച്ചി, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന കുറെ പേര് കാണും. അത് വേറെ കൊറേ പേര് പറയും അവള് നിക്കുന്നതും പോരാഞ്ഞിട്ട് അവളെ വെച്ച് കാശ് ഉണ്ടാക്കിയിട്ട് നീ വീണ്ടും അവളെ തന്നെ വഴക്ക് പറയും. നമ്മള് മറ്റേ വീഡിയോ ഇട്ടില്ലേ, നീ മറ്റേ അടുക്കളയിൽ നിക്കുന്ന വീഡിയോ, അതിട്ടപ്പോ എന്റെ അടിയിൽ വന്ന കറണ്ട്. അവളെ നിനക്ക് പോയി ചത്തൂടേട്ടാ, നിനക്ക് ജീവിക്കാൻ പൈസ ഉണ്ടാക്കി തരുന്നതും അവള്, നിനക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നതും അവള്. ഇതില് ഇവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ മാത്രമേ നിൽക്കണുള്ളൂ. അത് ഷൂട്ട് ചെയ്യണത് നീ, അത് എഡിറ്റ് ചെയ്യണത് നീ, അത് അപ്ലോഡ് ചെയ്യണത് നീ, അതിന്റെ ബാക്കിയുള്ള പറയുക എല്ലാം നിൽക്കണത് നീ. ഷൂട്ട് ചെയ്യാൻ മാത്രമേ അതെ. നമുക്ക് ഇവരുടെ ഒന്നും ഇങ്ങനെയുള്ളവരുടെ ഒന്നും പനിയാണ്. പനി നിനക്ക് പനിയാണ്. എനിക്കായിരുന്നു പനി കുറച്ചു ദിവസം മുമ്പ്. അത് ഞാന് അച്ഛനും മകൾക്കും കൊടുത്തു. അവരിപ്പോ ലാവിഷായിട്ട് കൊണ്ടു നടക്കുന്നു. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അത് ഇവർക്ക് എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ഇവർക്ക് വെല്ലോട്ടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു പിടിക്കുന്നു. വ്ളോഗെടുക്കാണ്, ഇതോണാണ്. ഒരു മാറ്റമില്ല. നിങ്ങക്ക് ബീച്ച് കാണിച്ചത്, ബീച്ച് ബീച്ച് ഇതിലൂടെ വല്ലാണ്ട് കാണിച്ചു കൊടുത്തു. ഇത്ര നന്നായിട്ട് ആര് ബീച്ച് കാണിച്ചത്? ഞാൻ കാണിച്ചത്, അടുത്ത് കാണിച്ചത് ബീച്ച്. മതി, നമുക്ക് വയ്യടാ. കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, കണ്ണാടിയെല്ലാം മൂടിയിട്ടില്ലേ. വണ്ടിയിലെ ടവർ കിട്ടിയത് ഓക്കെ, നല്ലതാണ്. വണ്ടിയുടെ മേളിൽ ഫിറ്റ് ചെയ്യും. യാറെന്താ പൊറുക്കി അയ്യോ അയ്യോ. ചെറിയ ചെറിയ വഴികളായോണ്ട് ഭയങ്കര തിരക്ക് റോഡില്. ആൾക്കാരെല്ലാം എന്തിങ്ങനെ മറ്റേ ഇത് ചെതറി വിട്ട പോലെ നടക്കുന്നത്. എല്ലാരും അവിടെ ഇവിടെ ചെതറി വിട്ട പോലെ നടക്കുന്നത്. ബീച്ച് കരയിലുള്ളവരുടെ ഇവിടെ വെച്ചത് അവരുടെ ഏരിയയാണ്. നമ്മളുടെ അതനുസരിച്ച് പോയാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ തരികേടാവും. ഇല്ലെങ്കിൽ അവര് കയറി മെയ്യും. നമ്മൾ വിചാരിച്ചു ഇനി മുതൽ ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അതാണ് വേറൊരു കാര്യം. പറയാൻ വേണ്ടി മാത്രം വാതോർക്കും, ഒന്നും പ്രവൃത്തി. എന്തോ ഭാഗ്യം കൊണ്ട് വന്നതാണ്. നാളെ മുതലും മറ്റോളം വേദന. എനിക്ക് പിന്നെ വേദന പറയണ്ടേ? എനിക്ക് പിന്നെ ഇല്ല, ഞാൻ കഴിക്കാനും വാതോർക്കാറുണ്ടല്ലേ. കഴിക്കണ്ടേ? ഓ, അതിനും വാ തുറക്കണമല്ലോ. എല്ലാത്തിനും വാ തരണ തുറക്കാനാണല്ലോ. എന്താണ് പാഠി? വാലക്കപ്പൊക്കെ ഓടുന്നു. രുചിക്കൂട്ട് സ്ഥലം. ഇത് ആശാൻ സ്മാരകം. ഏതോ സ്ഥലം. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ. ഒരു ഹമ്പുണ്ട്. ഇപ്പൊ ഞാൻ പൊങ്ങിച്ചാണ്. കുറച്ച് ആരാധന തലയിലോട്ട്.
എനിക്ക് റോഡിന്റെ അടുത്ത് കുഴിക്കല്ലേ നിന്റെ ഫോണാണ്. ഫോണല്ല റോഡ്. ഫോൺ ഇടിക്കണ നിന്റെയാണ്. ഫോൺ ഇടിക്കുന്ന പിടിക്കാറുന്ന താള കയ്യിരിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഫോൺ ഇടിക്കില്ല. ഫോൺ ഇടിക്കില്ലേ? ഫോൺ ഇടിക്കില്ല. ഓക്കേ. ഓർമ്മ അകത്തോട്ട് ഒന്ന് പുറത്തോട്ട് തിരിച്ചു. അപ്പൊ നീ ആദ്യം ഇവിടെ സ്റ്റാൻഡ് സെറ്റ് ആയാ നോക്ക് ഫോൺ വയ്ക്കാൻ. അപ്പൊ പിന്നെ സ്റ്റാൻഡ് മതിയോ? ഓ ഇതിനകത്ത് AC-ക്കകത്ത് 2 എണ്ണത്തിനകത്ത് ഇറക്കി പോയി. വീണ്ടും ബീച്ച്. ഇപ്പഴത്തെ സൈലല്ല, അപ്പൊ അതിന്റെ പിറയിലെല്ലാം ബീച്ചാണ് കേട്ടോ. എന്റെ പിറയിലെല്ലാം ബീച്ചാണ്. അടുത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ. നീ എന്തിനായിട്ട് ഓക്കെ. അപ്പൊ ബാക്കി ടാറ്റ ഇല്ലേ? ടാറ്റ മാച്ചള വർക്കല വെള്ളം കേറി വാഴയുടെ കോടി പറ്റി ആൾക്കാർ കണ്ടാ. കുതിര വെട്ടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ വർക്കല എത്തിയിരിക്കുന്നു. വർക്കല ഇവിടെ ആദ്യമായിട്ടല്ലേ? ഈ ഭാഗത്ത് ആദ്യമായിട്ടല്ലോ. അവര് ഫോട്ടോ എടുക്കുന്നു, മനസ്സിലായില്ല? ഫോട്ടോ എടുത്ത് തരും ഒരു ക്യാമറയിൽ. അയ്യോ എന്തിനാണിക്കുന്നു? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആയോ? ഇരുട്ടായി, അത് കുഴപ്പമില്ല. നമ്മളിവിടെ തിരിഞ്ഞ് നടക്കും. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമെന്നുണ്ട്. വഴ നടന്നോ? വീഡിയോ ആളെ പോലാണല്ലോ. ഫോട്ടോ എടുത്തോണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ ആക്കിയിട്ട് പൗസ് ചെയ്തപ്പോ വീഡിയോ